ഉച്ചക്ക് ഒരു ബിരിയാണി കഴിച്ചാൽ അതിന്റെ ഒരു മന്നിപ്പുണ്ട്. അതല്ലേ, എന്റെ ഉറക്കം വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ, അങ്ങനെ കിടക്കുമല്ലോ. ബിരിയാണി എല്ലാം എപ്പോഴും കഴിക്കണം. ഇന്ന് മാത്രം എന്ത് പ്രത്യേകത? കുറച്ച് അധികം കഴിച്ചു. അതുപോലെ പുതിയുള്ള കാര്യമാണോ ബിരിയാണി അധികം കഴിച്ചു എന്ന് പറയാം? എന്തായാലും പുതിയ സിനിമ 6 പേരാണ് ഇരിക്കുന്നത്. 6 പേരും ഗംഭീരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവരന്വേഷിച്ചാൽ കണ്ടിട്ടൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ അന്വേഷണത്തിലേക്ക് വരുന്നത്. ആയിക്കോട്ടെ, ഇവരിങ്ങനെ നേരെ തിരിച്ചാണ്. സാധാരണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ തളർത്താനുള്ള പരിപാടിയാണ് നടക്കില്ല. നസീർഭായ്, എനിക്കറിയാം, അതുകൊണ്ട് ആദ്യം അറിയാം. ആദ്യം വീഴുന്നില്ല, പിന്നെ നമ്മളെ തിരിച്ച് കേൾക്കാൻ തയ്യാറാണല്ലേ. എന്നാലും നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു. ഇത് വളരെ പ്രതീക്ഷയാണ് ധ്യാൻ ശ്രീനിവാസനുള്ളത്. ഈ സിനിമ എന്നോട് ചോദ്യമാണോ ഉള്ളത്? വളരെ പ്രതീക്ഷയാണ്. ഞാൻ ഇത്ര നാളും ചെയ്ത സിനിമയ്ക്ക് അപ്പുറത്തേക്ക് പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഈ സിനിമ. അല്ല, പ്രതീക്ഷ എന്നിലുള്ള പ്രതീക്ഷനപ്പുറം ഈ മലയാളികൾക്ക് ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഇതിന്റെ പ്രൊഡക്ഷനോട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് എനിക്കുള്ള പ്രതീക്ഷ. ഓക്കെ, കാരണം അവര് വെറുതെ കണ്ടൊരു സിനിമ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അത് ഈ സിനിമയുടെ ഫസ്റ്റ് നമ്മൾ ഈ കഥ കേൾക്കുന്ന സമയം തൊട്ടിട്ട് നമ്മൾ ഈ സിനിമയുടെ ഭാഗമാവണം എന്ന് ചിന്തിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത്, കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നസീർക്കേറ്റ് വർക്ക് ചെയ്തിട്ടില്ല, ഇവരായിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ, അത് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മളെ അറിയാം. പക്ഷെ നമ്മളെയൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സംഭവം എന്ന് പറയുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചെയ്യുന്ന ഇങ്ങനൊരു സിനിമ, അവരുടെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമ. സ്വാഭാവികമായിട്ടും ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന 1-2 സിനിമകളുണ്ട്. ജാമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് ജോർജ് കോര സംവിധാനം ചെയ്യുന്ന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ നന്നാവണം എന്നുള്ള നിർബന്ധം നമ്മളെക്കാളും അവർക്കുള്ളത് കൊണ്ടും ഈ സിനിമക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ സിനിമയ്ക്ക് പ്രതീക്ഷ പറയുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ. പ്രതീക്ഷ പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ സിനിമ അത്രയ്ക്കും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കും ഉറപ്പായി. ഒരിക്കലും ഇപ്പോഴത്തെ സിനിമകൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ എന്ത് പോയി നമുക്ക് കിട്ടുന്നു എന്നുള്ള തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം വെറുതെ കണ്ടൊരു സിനിമക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയണ്ടത്, ഇപ്പോഴത്തെ ചിലവാകാത്ത കുറച്ച് ടൈപ്പ് ഓഫ് സിനിമകൾ, നന്മ, ഇപ്പൊ ഇന്ന് ചിരിപ്പിക്കാൻ വലിയ പാടാണ് ചിരിയുള്ള സിനിമകൾ. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓടിയ സിനിമകൾ എടുത്തു നോക്കുമ്പോഴാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള എമ്പുരാൻ പോലത്തെയും തുടരും പോലത്തെയും ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലത്തെ അല്ലെങ്കിൽ പൊന്മാൻ പോലത്തെ സിനിമകളൊക്കെ തിയേറ്ററിൽ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഉജ്ജ്വലന് ഒരു അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ്. കാരണം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ, ഒരു സീരിയൽ കില്ലർ, നാട്ടുംപുറം, റൂറൽ ഡിറ്റക്റ്റീവ്, റൂറൽ സീരിയൽ കില്ലർ, അങ്ങനത്തെ കുറച്ച് യുണീക്കായിട്ടുള്ള സെല്ലിംഗ് എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ചമനായിക്കോട്ടെ, എഡിറ്റേഴ്സ്, അവരൊക്കെ സക്സസ്ഫുൾ സിനിമകൾ ചെയ്തിട്ടുള്ള ടീമുണ്ട് ഇതിൻ്റെ പുറകിൽ. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അവർ വിസ്ലിംഗ് വുഡ്സ് എന്ന് പഠിച്ച ജസ്റ്റ് പുറത്ത് വന്ന ആൾക്കാരാണ്. DOP ആയിക്കോട്ടെ, അവർ ഗാർഗി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട് അവരുടെ 2ാമത്തെ സിനിമയാണ് പ്രേം ശ്രേയന്തി. അപ്പം ടീം ആസ് എ ഹോൾ പ്ലസ് ദ ബാനർ എല്ലാം കൂടെ വരുമ്പോൾ ഇതിനൊരു സക്സസ് ഫോർമുല ഉണ്ട് എല്ലാം കൊണ്ടും. എലിമെന്റ് മാത്രമായിട്ടൊന്നും പറയാൻ പറ്റില്ല, മൊത്തത്തിലൊരു ടീം വർക്ക്. എന്നെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെ ആണെന്നാണോ? ധ്യാന്റെ മുകളിൽ മാത്രം ആ ബാഗേജ് കെട്ടിവെക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചു. കുറച്ച് റോണിയുടെ തലയുടെ വെക്കണം. തല വെക്കണ വെച്ചോ, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, സംഭവം ഇവിടെ വേണ്ട. എനിക്ക് പ്രശ്നമില്ലല്ലോ, വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.